ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞാൻ ഒരുപാട് ഇഷ്ടത്തോടുകൂടി കാത്തിരിക്കുന്ന മാർഗശീർഷ ഗുരുവാര ലക്ഷ്മി പൂജയെക്കുറിച്ചാണ്. അതായത് മാർഗശീർഷ മാസത്തിലെ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ലക്ഷ്മി പൂജ വ്യാഴാഴ്ചകളിൽ നമ്മൾ ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ വ്യാഴമാണ് നാളെ കഴിഞ്ഞ് വരുന്നത് 2025 നവംബർ 27 വ്യാഴാഴ്ച. ഞാൻ ഈ വീഡിയോയിൽ മാർഗശീർഷ മാസത്തിൽ 4 വ്യാഴാഴ്ചകളാണ് നമുക്ക് ഈ പ്രാവശ്യമുള്ളത്. ഈ 4 വ്യാഴാഴ്ചകളിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നിച്ചു തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും അതേപോലെ കഥ. നമ്മൾ ബാക്കി ഏതൊരു വ്രതമെടുക്കുമ്പോഴും കഥ കേൾക്കണമെന്നോ വായിക്കണമെന്നോ നിർബന്ധമില്ല. സത്യനാരായണ പൂജ ചെയ്യുന്നവർക്കറിയാം, സത്യനാരായണ പൂജയിൽ കഥകൾ നമ്മൾ വായിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് മാർഗശീർഷ മാസ ലക്ഷ്മി പൂജയിലും നമ്മൾ ഒന്നെങ്കിൽ കഥ കേൾക്കണം അല്ലെങ്കിൽ വായിക്കണം. അത് ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. നിങ്ങൾക്കത് ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതിയെടുത്ത് പൂജ കഴിഞ്ഞ് വായിക്കാം, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞാൻ പറയുന്നത് തന്നെ കേൾക്കാവുന്നതാണ്. ഈ ഒരു പൂജ നിങ്ങൾ എന്താണോ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് 4 വ്യാഴാഴ്ചകളിൽ ഈ ഒരു പൂജ ചെയ്യുന്നത്, അത് അമ്മ നിങ്ങൾക്ക് സാധിച്ചു തരും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അനുഭവമാണ്, ഇത് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അനുഭവമാണ്. അപ്പോൾ നമുക്ക് ഈ വർഷം മാർഗശീർഷ മാസം വരുന്ന വ്യാഴാഴ്ചകൾ എന്ന് പറയുന്നത് 2025 നവംബർ 27 ആദ്യത്തെ വ്യാഴം, രണ്ടാമത്തെ വ്യാഴം എന്ന് പറയുന്നത് 2025 ഡിസംബർ 4 തീയതി, മൂന്നാമത്തെ വ്യാഴം 2025 ഡിസംബർ 11, നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള വ്യാഴം 2025 ഡിസംബർ 18. അപ്പോൾ നമുക്ക് 4 വ്യാഴാഴ്ചകൾ ലഭിക്കും. ഈ 4 വ്യാഴാഴ്ചകളിലും തുടർച്ചയായി തന്നെ നമ്മൾ പൂജ ചെയ്യണം. ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വ്യാഴമായ നാളെ കഴിഞ്ഞ് ഈ പൂജ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് രാവിലെയാണ്. രാവിലെയും വൈകിട്ടും നമുക്കിത് ചെയ്യാം. എന്നാൽ പോലും രാവിലെ ഇത് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, വെറും വയറ്റിൽ നമ്മൾ ഈ പൂജ ചെയ്യുന്നതാണ് അത്യുത്തമമായിട്ടുള്ള കാര്യം. അതായത് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ നമ്മൾ ഈ പൂജ ചെയ്താൽ അതിൻ്റെ ഫലം 100% തന്നെ നമ്മളെ തേടിയെത്തും. ഇപ്പോൾ മെഡിസിൻസൊക്കെ കഴിക്കണം, ആരോഗ്യസ്ഥിതി മോശമായിട്ടുള്ളവർക്ക് അവർ രാവിലെ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ചുകൊള്ളൂ. പക്ഷേ ആരോഗ്യം നല്ലതാണ്, ഒരു കുഴപ്പവും ഇല്ലാത്ത ഏതൊരു വ്യക്തിയും വെറും വയറ്റിൽ തന്നെ ഈ ഒരു പൂജ ചെയ്യണം. ബ്രഹ്മമുഹൂർത്തമായ 3:30 മുതൽ രാവിലെ 10 മണിക്കുള്ളിൽ നമുക്ക് ഈ ഒരു പൂജ ചെയ്താൽ മതിയാവും. അതാണ് ഇതിൻ്റെ ആദ്യത്തെ നിയമം. ഇനി നിങ്ങൾ വൈകിട്ടാണ് പൂജ ചെയ്യുന്നത്, രാവിലെ പൂജ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല എങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾ വ്രതമെടുക്കണം. പാലും പഴങ്ങളും മാത്രമേ കഴിക്കാവൂ. ചായ, കാപ്പി ഇതുപോലെയുള്ള വസ്തുക്കളൊന്നും കഴിക്കരുത്. എന്നാൽ രാവിലെ നിങ്ങൾ പൂജ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് രാവിലത്തെ പൂജയ്ക്ക് ശേഷം ചായയും കാപ്പിയും ഒക്കെ കഴിക്കാം. സാധാരണ പോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, നോൺ വെജ് ഒഴിച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് കഴിക്കാം. പക്ഷേ വൈകിട്ടാണ് പൂജ ചെയ്യുന്നതെങ്കിൽ പാലും പഴങ്ങളും മാത്രമേ കഴിക്കാവുള്ളൂ. ചായ, കാപ്പി, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇവയൊക്കെ അവോയ്ഡ് ചെയ്യണം. അത് നിർബന്ധമാണ്. അത് മാറ്റി നിർത്തുന്നത് അസുഖങ്ങൾ ഉള്ളവർ അതേപോലെ തന്നെ മെഡിസിൻസ് കഴിക്കുന്നവർക്ക് മാത്രം. പക്ഷേ അവരും ലഘുവായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത നിയമം എന്ന് പറയുന്നത്, ഈ ഒരു വ്രതം നോറ്റ് പൂജ ചെയ്യുന്നവർ തലയിൽ എണ്ണ തേക്കരുത്, സോപ്പ് തേച്ച് കുളിക്കരുത്, അതേപോലെ തല ചീവാൻ പാടില്ല. ഇത് എല്ലാവരും ചെയ്താൽ ഫലം 100% പക്ഷേ ചിലപ്പം ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടുകളയുക. പക്ഷേ കഴിയുന്നതും ഈ ഒരു നിയമവും കൂടി നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കണം. തലയിൽ എണ്ണ വെക്കരുത്, വ്യാഴാഴ്ച മാത്രം തലയിൽ എണ്ണ വെക്കരുത്, മേത്ത് സോപ്പ് തേക്കരുത്, തല ചീവാൻ പാടില്ല എന്നുള്ളത്. അടുത്ത നിയമം എന്ന് പറയുന്നത് കഥ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കാര്യം, ഈ ഒരു പൂജയ്ക്ക് ഇപ്പം 4 ആഴ്ചയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു നിവേദ്യം ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ്.
അതായത് സാധാരണ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന അതേ രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഫോട്ടോ വെച്ചോ വിഗ്രഹം വെച്ചോ കലശം വെച്ചോ നമ്മൾക്ക് ഈ ഒരു പൂജ ചെയ്യാം. അതേപോലെ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി, കനകധാരാ സ്തോത്രം, ലക്ഷ്മി അഷ്ടകം ഇവയൊക്കെ ചൊല്ലി നമുക്ക് പൂജിക്കാം. പ്രത്യേകം മന്ത്രങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നിവേദ്യം വെക്കുന്നത് ഓരോ ആഴ്ചയും നമ്മൾ ഓരോ നിവേദ്യമാണ് വെക്കുന്നത്. അത് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളപ്പോൾ പൂജ ചെയ്യാൻ പോകുന്നു. എപ്പോഴാണ് നിങ്ങൾ പൂജ ചെയ്യുന്നത്? ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ തന്നെയാണ്. 10 മണി വരെ നമുക്ക് സമയമുണ്ട്. മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് അതുവരെയൊക്കെ നിങ്ങൾക്ക് വെള്ളം പോലും കുടിക്കാതെ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം 10 മണി വരെ കാത്താൽ മതി. ഇല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം മാത്രം നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്നും എഴുന്നേൽക്കുന്നതിൽ നിന്നും ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കണം. നമുക്ക് നിവേദ്യം ഉണ്ടാക്കണമല്ലോ. നിവേദ്യം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ പോലും നേരത്തെ എഴുന്നേൽക്കുക, അരമണിക്കൂർ നിവേദ്യം ഉണ്ടാക്കാൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ലക്ഷ്മി പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കണം. ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബോർഡ് വല്ലതും എടുത്ത് അതിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് ഈ ഒരു പൂജ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ കലശം വെച്ച് പൂജ ചെയ്യാം. അതായത് നമ്മൾ വരമഹാലക്ഷ്മി വ്രതമൊക്കെ ചെയ്തതുപോലെ കലശം വെച്ച് പൂജ ചെയ്യാം. കലശം വെക്കാൻ വീട്ടിൽ സമ്മതിക്കില്ല, കലശം വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണോ വിഗ്രഹമാണോ എന്താണോ ഉള്ളത് അത് വെക്കണം. ഇവിടെ ഒന്നെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം വേണം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കലശം വെക്കണം. ഇത് നിർബന്ധമാണ്. ഞാൻ 2022 ചെയ്ത മാർഗശീർഷ വ്യാഴാഴ്ച ലക്ഷ്മി പൂജയാണ്. നമുക്ക് ഇതുപോലെ വെക്കാം. അതായത് കലശം വെച്ചിട്ട് അതിലമ്മയ്ക്ക് മുഖമൊക്കെ വെച്ച് അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് വെക്കുക എന്നുള്ളത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രം വെച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കലശം വെക്കുന്നത് വളരെ നല്ലതാണ്. കലശമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ആദ്യം തന്നെ പൂജ ചെയ്യുന്ന സ്ഥലം ക്ലീൻ ആക്കുന്നു. ശേഷം ഒരു പീഠം എടുക്കുന്നു. ആ പീഠത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കോലം വരച്ച് ആ കോലത്തിന് പുറത്ത് മഞ്ഞൾ കുങ്കുമം ഇട്ടിട്ട് ഇതുപോലത്തെ റെഡ് കളറിലെയോ അല്ലെങ്കിൽ യെല്ലോ കളറിലെയോ ഒരു ക്ലോത്ത് വിരിക്കുന്നു. അതിന് മുകളിലായിട്ട് കലശം വെക്കുന്നവരാണെങ്കിൽ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലയിലോ ഒരു പിടി പച്ചരിയിട്ട് അതിന് പുറത്തായിട്ട് ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ സിൽവറിൻ്റെയോ ഒരു കുടം വെച്ച് അതിൽ ജലമൊഴിച്ച് ജലത്തിലോട്ട് നമ്മൾ 5 വസ്തുക്കൾ, അതായത് സ്വർണം, വെള്ളി, ഇനി വെള്ളിയില്ലെങ്കിൽ സ്വർണ്ണമില്ലെങ്കിൽ നാണയങ്ങൾ മതിയാവും, പിന്നെ പച്ചക്കർപ്പൂരം, ഗ്രാമ്പു, ഏലക്ക ഇത് ഇട്ടിട്ട് നമ്മൾ 5, 7, 9 എണ്ണത്തിൽ മാവില എടുക്കണം. മാവില എടുത്തിട്ട് ഒരു കുടുമയോടുകൂടിയ തേങ്ങയിൽ നമ്മൾ മഞ്ഞൾ പൂശേണ്ട ആവശ്യമൊന്നുമില്ല. ആ തേങ്ങ മാത്രമായിട്ട് വെച്ചിട്ട് ഒരു സൈഡിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതും വെക്കാം. ഞാനിവിടെ ഫോട്ടോ മാത്രമാണ് ആദ്യത്തെ പ്രാവശ്യം വെച്ചത്. എന്നിട്ട് നമുക്ക് ലക്ഷ്മി ദേവിക്ക് മുൻപിലായിട്ട് ഒന്നെങ്കിൽ വെള്ളി വിളക്കുണ്ടെങ്കിൽ അത് കൊളുത്താം. ഞാനിവിടെ ഒരു അഷ്ടലക്ഷ്മി വിളക്കാണ് കൊളുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് നെല്ലിക്ക ദീപം കൊളുത്താം. ഞാൻ എല്ലാ വർഷവും മാർഗശീർഷ മാസത്തിലെ ലക്ഷ്മി പൂജകളിൽ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും അമ്മയ്ക്ക് മുൻപിൽ നെല്ലിക്കാദീപം കൊളുത്താറുണ്ട്. അപ്പം ഇത് 2023 ഫോട്ടോയാണ്. കണ്ടല്ലോ, ഞാൻ അമ്മയ്ക്ക് കലശം വെച്ചിട്ടുണ്ട്. പക്ഷേ മുഖമൊന്നും 2022 മാത്രമേ ഞാൻ അമ്മയ്ക്ക് മുഖമൊക്കെ വെച്ചിട്ടുള്ളൂ. 2023 മുതൽ എൻ്റെ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം ഞാൻ പുതിയ ഡ്രസ്സും വളകളും ഒക്കെ അണിയിച്ച് അമ്മയെ സുന്ദരിയാക്കിയിട്ട് അമ്മയുടെ സൈഡിലായിട്ട് വെറുതെ ഒരു കലശം വെക്കും എന്നുള്ളതേ ഉള്ളൂ. കലശത്തിന് പ്രത്യേകിച്ച് ഞാൻ ഡെക്കറേഷൻ ഒന്നും ചെയ്യില്ല. കലശത്തിന് പിന്നെ നമ്മളൊരു താലി ചാർത്തണം. മഞ്ഞ കളറിലെ നൂലിൽ 3 പ്രാവശ്യം മഞ്ഞൾ ചുറ്റിയിട്ട് അമ്മയ്ക്കൊരു താലി ചാർത്തണം. അതേപോലെ തന്നെ പൂക്കളും ചാർത്തണം. അങ്ങനെയല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരമഹാലക്ഷ്മി വ്രതത്തിന് എങ്ങനെയാണോ പൂജ ചെയ്യുന്നത് കലശത്തിന് ഒരുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അത് ചെയ്യേണ്ടത്. അതിനുശേഷം വിളക്കുകൾ നമുക്ക് എത്ര ദീപം വേണമെങ്കിലും ഈ ഒരു പൂജയിൽ കൊളുത്താവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഒരു അഷ്ടലക്ഷ്മി വിളക്ക് അമ്മയ്ക്ക് മുമ്പിൽ തീർച്ചയായിട്ടും കൊളുത്താറുണ്ട്. പിന്നെ ചില വർഷങ്ങളിൽ വെള്ളി വിളക്കും കൊളുത്തും. അത് ഓരോ വർഷം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അമ്മയ്ക്ക് നിവേദ്യമാണ് വെക്കുന്നത്. നിവേദ്യം എന്ന് പറയുമ്പം ഈ ഒരു പൂജയിൽ നമുക്ക് വെറ്റിലയും പാക്കും അത്യാവശ്യമാണ്. ഒപ്പം തന്നെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള 5 പഴങ്ങൾ. ഞാനിവിടെ ആപ്പിള്, അതേപോലെ ഓറഞ്ച്, സപ്പോട്ട, സീതപ്പഴം, പിന്നെ പഴം. ഞങ്ങൾക്കിവിടെ ഈ ഒരു മാർഗശീർഷ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും ഞങ്ങൾക്കിവിടെ മേടിക്കാൻ കിട്ടും 5 ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ്. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് മേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. എല്ലാ പൂജാ സ്റ്റോഴ്സിലും കടകളിലൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിരിക്കും.
അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള 5 ഫ്രൂട്ട്സ് മേടിക്കണം. ഇനി ഞങ്ങൾക്ക് 5 ഫ്രൂട്ട്സ് മേടിക്കാനുള്ള നിവൃത്തിയില്ല, അത് പറ്റില്ല എന്നുള്ളവർ 5 ഒരേപോലത്തെ പഴങ്ങൾ, ഇപ്പോൾ പഴമാണെങ്കിൽ 5 പഴം, മാതള നാരങ്ങ ആണെങ്കിൽ 5 മാതള നാരങ്ങ, ആപ്പിൾ ആണെങ്കിൽ 5 ആപ്പിൾ, അങ്ങനെ എടുക്കാം. പക്ഷേ 5 ഡിഫറെൻറ്റ് ഫ്രൂട്ട്സാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് പാല് കാച്ചി കൂട്ടത്തിൽ വെക്കുന്നവർക്ക് പാല് കാച്ചി വെക്കാം. ഇതൊന്നും പറ്റിയില്ലെങ്കിലും ഈ 5 ഫ്രൂട്ട്സിനോടൊപ്പം ആദ്യത്തെ ആഴ്ച നമ്മൾ വെക്കേണ്ടത് വെൺപൊങ്കലാണ്. ഇവിടെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു നിവേദ്യമല്ലാതെ ഫ്രൂട്ട്സ് മാത്രം വെക്കാവോ എന്ന് ചോദിക്കരുത്. ഫ്രൂട്ട്സ് കിട്ടാത്തവരാണെങ്കിലും ഈ ഒരു നിവേദ്യം മസ്റ്റായിട്ട് വേണം. അതിന് പിന്നിലെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വെൺപൊങ്കൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് യൂട്യൂബിൽ നിങ്ങൾ റെസിപ്പി നോക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് റെസിപ്പി കിട്ടും. അപ്പം ആദ്യത്തെ ആഴ്ച വെൺപൊങ്കലാണ്. രണ്ടാമത്തെ ആഴ്ച പാൽപ്പായസം, അതായത് ഈ 5 വകയായ ഫ്രൂട്ട്സ്, വെറ്റിലയും പാക്കും, പാൽപ്പായസം. മൂന്നാമത്തെ വ്യാഴാഴ്ച കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ നമ്മൾ അകത്ത് ഫില്ലിങ് വെച്ചിട്ടുള്ള കൊഴുക്കട്ടയല്ല. ഉപ്പിൽ ശർക്കര നമ്മൾ പാനിയാക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുമ്പോൾ അതിലോട്ട് തേങ്ങായും ഏലക്കാപ്പൊടിയും അതേപോലെ ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഇട്ട് ഒന്നിച്ച് മിക്സാക്കി ഉരുട്ടിയെടുക്കും. അതിനെയാണ് നമ്മൾ കൊഴുക്കട്ട എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ. ആ കൊഴുക്കട്ട വേണം മൂന്നാമത്തെ വ്യാഴാഴ്ച നമ്മൾ ദേവിക്ക് സമർപ്പിക്കാൻ. നാലാമത്തേതും അവസാനത്തെയുമായിട്ടുള്ള വ്യാഴാഴ്ച കടലപ്പരിപ്പും ചെറുപയറു പരിപ്പും കൊണ്ടുള്ള പായസം. ഇതാണ് നാലാമത്തെ വ്യാഴാഴ്ച നമ്മൾ ദേവിക്ക് സമർപ്പിക്കേണ്ടത്. അതായത് വെറ്റിലയും പാക്കും 5 ഫ്രൂട്ട്സും ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ നിവേദ്യമാണ് ഓരോ ആഴ്ചയും സമർപ്പിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ ആഴ്ച നിങ്ങൾ ദേവിക്ക് വെൺപൊങ്കൽ വെച്ച് വ്യാഴാഴ്ച പൂജ ചെയ്തു. രണ്ടാമത്തെ വ്യാഴാഴ്ച വന്നപ്പം നിങ്ങൾക്ക് ആ ഒരു പൂജ ചെയ്യാൻ പറ്റിയില്ല, ഒന്നെങ്കിൽ പീരിയഡ്സ് അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം ചെയ്യാൻ പറ്റാതെ വന്നാൽ നമുക്ക് മൂന്നാമത്തെ ആഴ്ച 2ഉം 3ഉം ആഴ്ചകളിലെ നിവേദ്യങ്ങൾ, അതായത് രണ്ടാമത്തെ വ്യാഴാഴ്ചത്തെ പാൽപായസവും മൂന്നാമത്തെ വ്യാഴാഴ്ചത്തെ കൊഴുക്കട്ടയും കൂടി ഒന്നിച്ചുണ്ടാക്കി വെച്ചാൽ നമ്മൾ ഈ ആഴ്ചകളിൽ ഒറ്റ ആഴ്ച പോലും മിസ്സ് ചെയ്യാതെ പൂജ ചെയ്ത ഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുമായിരുന്നിട്ട് നിങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ട് പിന്നെ ഈ നിവേദ്യങ്ങളെല്ലാം ഒന്നിച്ചുണ്ടാക്കി വെച്ചാൽ ഫലം കിട്ടില്ല. ഇപ്പോൾ പീരിയഡ്സ് ഒക്കെ മൂലമാണ് കൂടുതലും സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പം ആ ആഴ്ച നിങ്ങൾ ഇതുപോലെ ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചാൽ മതിയാവും. നിങ്ങൾ എല്ലാ ആഴ്ചയും പൂജ ചെയ്ത ഫലം നമുക്ക് കിട്ടുന്നതാണ്. അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പം നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് ഇത്രയും തയ്യാറാക്കി, ദീപങ്ങളൊക്കെ കൊളുത്തി, നിവേദ്യവും ഒരു സൈഡിൽ വെച്ചു. എന്നിട്ട് നമ്മൾ പൂജ തുടങ്ങുന്നു. നിങ്ങൾക്ക് എത്ര പൂക്കൾ കിട്ടുമോ അതേപോലെ തന്നെ കൂവളത്തില, നെല്ലിക്കായില, തുളസിയില, മൈലാഞ്ചി ഇല, അങ്ങനെ എന്തൊക്കെ ഇലകൾ കിട്ടുന്നോ ലക്ഷ്മി ദേവിക്ക് പ്രിയമായിട്ടുള്ള ഇതെല്ലാം നിങ്ങൾക്ക് എടുക്കാം അർച്ചന ചെയ്യാൻ വേണ്ടി. അർച്ചന ചെയ്യുമ്പം ആദ്യം തന്നെ ഇത്രയും ഒരുക്കി വെക്കുന്നു. നമ്മൾ ഗണേശ ഭഗവാന്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾ ഗണപതി ഉണ്ടാക്കി വെക്കാം, ചെറിയ ഗണപതി ഉണ്ടെങ്കിൽ ആ ഗണപതിയെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ എവിടെയാണോ ഗണേശ ഭഗവാനും അതേപോലെ തന്നെ ഗണേശ ഭഗവാന്റെ വിഗ്രഹമോ ഫോട്ടോയോ ഇരിക്കുന്നത് ആ ഒരു ഗണേശ ഭഗവാനെ നോക്കി ഓം ഗം ഗണപതിയെ നമഃ എന്നുള്ള മന്ത്രം ഒരു 3ഓ 4ഓ പ്രാവശ്യം ചൊല്ലിയിട്ട് ഭഗവാന് കറുകപ്പുല്ലോ പൂക്കളോ സമർപ്പിച്ച് ഒരു പഴവും സമർപ്പിച്ച് എൻ്റെ ഈ പൂജ 4 വ്യാഴാഴ്ചയും തടസ്സം കൂടാതെ എനിക്ക് ചെയ്യാനും ഇതിൻ്റെ ഫലം കിട്ടാനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുലദേവതയെയും ഇതേപോലെ തന്നെ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണമെന്ന്, ഈ പൂജ തീരുന്നിടം വരെ കൂടെ നിൽക്കണമെന്നും പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മൾ ലക്ഷ്മി പൂജ, മാർഗശീർഷ മാസത്തിലെ ലക്ഷ്മി പൂജ വ്യാഴാഴ്ചകളിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം, വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ്, ജൂപ്പിറ്ററിൻ്റെ, വ്യാഴഗ്രഹത്തിൻ്റെ, ഗുരുഗ്രഹത്തിൻ്റെ ദിവസമാണ്. സോ ഇവരെ 3 പേരെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് വളരെ പെട്ടെന്ന് സഫലമായി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ഒരു 3 പ്രാവശ്യം ചൊല്ലി ആദ്യം തന്നെ ഒരു തുളസി ഇല വേണം മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കാൻ. അതിനുശേഷം ലക്ഷ്മി ഗായത്രി ഉണ്ടല്ലോ, ഓം മഹാദേവ്യൈച്ച വിദ്മഹേ വിഷ്ണു പത്നിയൈച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്, ഈ മന്ത്രം 3 പ്രാവശ്യം ചൊല്ലി ഒരു പൂവ് കയ്യിലെടുത്ത്
അമ്മ ഇപ്പം നിങ്ങൾ വെച്ചിരിക്കുന്നത് കലശമാണെങ്കിലും അങ്ങനെയല്ല ദേവീ വിഗ്രഹമാണെങ്കിലും ഫോട്ടോയാണെങ്കിലും എൻ്റെ ഈ പൂജ സ്വീകരിക്കണമെന്നും അമ്മ ഇവിടെ വന്ന് സന്നിഹിതയായി എൻ്റെ കുടുംബത്തിന് ഐശ്വര്യങ്ങൾ നൽകണമെന്നും പറഞ്ഞ ആ പൂവ് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം 108 അഷ്ടോത്തരം ഓം പ്രകൃതിയെ നമ ഓം വികൃതിയെ നമ എന്ന അഷ്ടോത്തരം നിങ്ങൾ ചൊല്ലി അമ്മയ്ക്ക് അർച്ചന ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ എന്തുമാവട്ടെ, ഏറ്റവും നല്ലത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മുല്ലപ്പൂവ്, താമരപ്പൂവ്, റോസാപ്പൂവ്, ചെമ്പകപ്പൂവ്, മരിക്കൊഴുന്ത് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പൂക്കൾ കിട്ടുന്നോ അതുകൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യണം. അതിനുശേഷം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലണം. കനകധാരാ സ്തോത്രം ചൊല്ലി 21 നെല്ലിക്ക കൊളുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ 3, 1, 5 നിങ്ങളുടെ ഇഷ്ടം പോലെ കനകധാരാ സ്തോത്രം ചൊല്ലി അമ്മയ്ക്ക് നെല്ലിക്കാ ദീപവും കൂടി കൊളുത്തുന്നു. ധൂപദീപ ആരതി എടുക്കുന്നു. അതിനുശേഷം വെച്ചിരിക്കുന്ന 5 ഫ്രൂട്ട്സും വെറ്റിലയും പാക്കും ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടാക്കിയ നിവേദ്യം, പാല് കാച്ചി വെക്കാൻ പറ്റുന്നവർക്ക് അതും ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ആ ഒരു നിവേദ്യം മാത്രം മതി. അത് അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. കർപ്പൂര ആരതി എടുക്കുന്നു. സർവ്വസമ്പൽ സമൃദ്ധിയും തരണം. നിങ്ങൾ എന്ത് പർട്ടിക്കുലർ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു വ്യാഴാഴ്ചത്തെ ലക്ഷ്മി പൂജ ചെയ്യുന്നത്, ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു തരണം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം രാവിലെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് ആസ് യൂഷ്വൽ പോലെയുള്ള നിങ്ങൾക്ക് ചായയോ കോഫിയോ ഒക്കെ കുടിക്കാം. പക്ഷേ അന്നത്തെ ദിവസം ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കി 2 നേരം മറ്റെന്തെങ്കിലും കഴിക്കാം. ഫ്രൂട്ട്സോ അമ്മയ്ക്ക് വെച്ചിരിക്കുന്ന നിവേദ്യം അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് പ്രസാദമായിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാം. കാരണം പച്ചരി കൊണ്ടാണല്ലോ നമ്മൾ വെൺപൊങ്കൽ ഉണ്ടാക്കുന്നത്. നോൺ വെജ് അന്നത്തെ ദിവസം എടുക്കുകയേ ചെയ്യരുത്. കലശം വെച്ചിട്ടുള്ളവരാണെങ്കിൽ വൈകിട്ടും അമ്മയ്ക്ക് മുൻപിൽ പൂജ ചെയ്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും മതി. അപ്പോൾ വൈകിട്ട് നമ്മൾ പൂജ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന നിവേദ്യം എന്നൊന്നുമില്ല. ഒരു പഴമാണെങ്കിലും അമ്മയ്ക്ക് മുൻപിൽ വെച്ചാൽ മതി. ദീപം കൊളുത്തണം. കാരണം കലശം വെക്കുന്ന നമ്മൾ കലശം എടുക്കുന്നത് ശനിയാഴ്ചയാണ്. കാരണം ഒരു 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കലശം എടുക്കാൻ പാടില്ല. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയും നമ്മൾ കലശം എടുക്കാറില്ല. അപ്പോൾ വെള്ളിയാഴ്ച എന്തായാലും നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ലക്ഷ്മി പൂജയെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിലവിളക്ക് വെച്ച് 8 താമരപ്പൂ വരച്ചിട്ടാണ്. അപ്പം അത് നമ്മൾ ഹോളിലോ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്മി കലശം വെച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോയുടെ വിഗ്രഹത്തിന് മുൻപിലായിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കലശം അവിടെ ഇരുന്നോട്ടെ. നമുക്ക് കിട്ടുന്നൊരു പുണ്യമാണ് 3 ദിവസം ദേവിയെ വീട്ടിൽ വെച്ച് പൂജിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഈ 2 ദിവസം വീട്ടിൽ നോൺ വെജ് ഒന്നും പാചകം ചെയ്യാതെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. എന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ചയും രാവിലെ പൂജ ചെയ്യുന്നു. അമ്മയ്ക്ക് മുമ്പിൽ ദീപം കൊളുത്തുന്നു. എന്തെങ്കിലും ഒരു നിവേദ്യം വെക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ടും ഇതേപോലെ തന്നെ പൂജ ചെയ്യുന്നു, നിവേദ്യം വെക്കുന്നു. ശനിയാഴ്ച രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 7 മണിക്ക് ശേഷം നമുക്ക് ആ കലശം എടുക്കാം. കലശത്തിലെ സ്വർണവും വെള്ളിയും നമുക്ക് അടുത്ത വ്യാഴാഴ്ച കലശത്തിലിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തേങ്ങ അന്ന് തന്നെ എന്തെങ്കിലും മധുരമുള്ള വസ്തുക്കൾ ഉണ്ടാക്കി ദേവിക്ക് തന്നെ സമർപ്പിക്കാം. എന്നിട്ട് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ചവിട്ടാത്തിടത്ത് കളയാം. ഇപ്പോൾ ഏലക്കായും ഗ്രാമ്പും ഒക്കെ അല്ലേ ഉള്ളൂ. പച്ചക്കർപ്പൂരം അതിനകത്ത് അലിഞ്ഞ് ചേർന്ന് കാണാം. ആ വെള്ളം നമ്മൾ വീട് മുഴുവൻ തളിക്കണം. തളിച്ചതിന് ശേഷം മിച്ചമുള്ളത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കൊണ്ടൊഴിച്ചാൽ മതിയാവും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 വ്യാഴാഴ്ചയും ചെയ്യേണ്ടത്. നിവേദ്യം മാത്രം ഇവിടെ മാറ്റിയാൽ മതിയാവും. എല്ലാ വ്യാഴാഴ്ചയും 5 ഫ്രൂട്ട്സ് ഡിഫറൻ്റ് ആയിട്ടുള്ളത് വെക്കാൻ ശ്രമിക്കണം. തീർച്ചയായും കിട്ടുമെങ്കിൽ വാങ്ങണം. ഇനി ഒരേ ഒരു ഫ്രൂട്ട് മാത്രമേ ഉള്ളെങ്കിലും അത് 5 എണ്ണം അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കണം. വെറ്റിലയും പാക്കും മറക്കരുത്. കോടീശ്വര യോഗം ഉണ്ടാക്കാൻ വേണ്ടി സമർപ്പിക്കേണ്ടുന്ന വസ്തുക്കളും ഈ 4 വ്യാഴാഴ്ചകളിലും ദേവിക്ക് മുൻപിൽ നമ്മൾ സമർപ്പിക്കണം. ഇത്രയുമാണ് നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ. ഇതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ച് അറിയുക തന്നെ വേണം. അപ്പം വ്യാഴാഴ്ച രാവിലെയാണ് പൂജ ചെയ്യുന്നതെങ്കിലും വൈകിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കുളിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇനി ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം മാത്രം വെച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു 12 മണി 1 മണിയൊക്കെ കഴിയുമ്പോഴേക്കും അത് അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് മാറ്റി സാധാരണ പോലെ യഥാസ്ഥാനത്ത് തന്നെ വെക്കാവുന്നതാണ്. നിവേദ്യം വെച്ചതും നമ്മൾ വെൺപൊങ്കലല്ലേ വെച്ചത്, അത് നമ്മൾ പൂജ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ കൂടെ എടുക്കാം. ഫ്രൂട്ട്സ് അവിടെ ഇരുന്നോട്ടെ, വൈകിട്ട് മാറ്റിയാൽ മതിയാവും. അപ്പോൾ ഇത് നിങ്ങളെല്ലാ വ്യാഴാഴ്ചയും ഇതേ മന്ത്രങ്ങൾ ചൊല്ലണം. നെല്ലിക്കാദീപം കൊളുത്തണം. നിവേദ്യം മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം അതുതന്നെയാണ്. ഇനി നമ്മൾ കർപ്പൂര ആരതിയും കൂടി എടുത്തതിന് ശേഷം നമ്മളൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് പച്ചരി എടുക്കണം. പൊട്ടാത്ത പച്ചരി എടുത്ത് അതിനകത്ത് നെയ്യും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സാക്കി ഒരക്ഷതമാക്കി വെച്ചിട്ട് വേണം നമ്മൾ പൂജയ്ക്ക് ഇരിക്കാൻ. എന്നിട്ട് നമ്മൾ ഈ കഥ വായിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കഥ കേൾക്കാം, ഇല്ലെങ്കിൽ ഈ കഥ എഴുതിയെടുത്ത് നിങ്ങൾക്ക് സ്വയം വായിക്കാം. നിങ്ങളുടെ വലത്തേ കയ്യിൽ കുറച്ച് അക്ഷതം പിടിച്ചിട്ട്
നമ്മൾ ഈ കഥ കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക. കഥ തീർന്നു കഴിയുമ്പം ആ അക്ഷതം നമ്മുടെ തലയിലായിട്ട് വെക്കുക. കഥ തീർന്നു, ഇതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അക്ഷതം നമ്മുടെ തലയിലിടുന്നത്. നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭർത്താക്കന്മാരോ മക്കളോ ഈ പൂജയിൽ നമ്മുടെ കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾക്ക് ഈ ഒരു അക്ഷതം കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവരുടെ തലയിൽ ജസ്റ്റ് അത് ഇട്ടാൽ മതിയാകും. ഈ ഒരു ഫോട്ടോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, പാലിൻ്റെയും വെറ്റിലയുടെയും പാക്കിൻ്റെയും കൂടെ ഇരിക്കുന്നതാണ് കൊഴുക്കട്ട എന്ന് പറയുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്തത്. ഇത് കഴിഞ്ഞ വർഷത്തെ 2024 മാർഗശീർഷ ലക്ഷ്മി പൂജയാണ്. അപ്പോൾ നമുക്ക് കഥ എന്താണ് എന്നുള്ളത് കേൾക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഫോണിൽ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. പക്ഷേ ഈ കഥ കേൾക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് മുൻപേ ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഈ ഒരു പൂജ ചെയ്യുന്ന ആരാണെങ്കിലും വീട് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കണം. നമ്മൾ വെള്ളിയാഴ്ച ലക്ഷ്മി പൂജ ചെയ്യുന്നത് പോലെ തന്നെ പടിപൂജ ചെയ്യണം. വീടിൻ്റെ ഫ്രണ്ടിൽ 2 ദീപങ്ങൾ കൊളുത്തണം. നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്ന അക്ഷയപാത്രത്തിലെ വെള്ളം മാറ്റി പുതിയ വെള്ളം വെക്കണം. നമ്മൾ നല്ല യെല്ലോ കളറിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ക്ഷേത്രത്തിൽ പോയി ഇപ്പോൾ സുമംഗലികൾക്ക് നമ്മൾ താമ്പൂലം കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം. ഇല്ലെങ്കിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് ഒരു ചെറിയ പീസ് ബ്ലൗസെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അനുഗ്രഹം വാങ്ങാനും ശ്രമിക്കണം. നമ്മളിതെല്ലാം കൂടി പൂർണ്ണമായിട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് തന്നെ മാജിക് തോന്നുന്ന വിധത്തിൽ നമ്മുടെ ലൈഫ് മാറി മറിയും. അതായത് കഥപ്രകാരം പരാശര മുനിയോട് നാരദ മഹർഷി പറയുന്നുണ്ട്, ഈ ഒരു വ്രതം നിഷ്ഠയോടുകൂടി എടുത്ത് പൂജ ചെയ്യുന്നവരെ ഒരിക്കലും ലക്ഷ്മീദേവി വിട്ടു പോകില്ല എന്നുള്ളതും അവരുടെ കുടുംബത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളതും. കഥപ്രകാരം കലിംഗ നാട്ടിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ഒരു മകളുണ്ടായിരുന്നു, സുശീല. സുശീലയുടെ ജനനത്തിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു പോകുകയും സുശീലയെ നോക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ ഒരു ബ്രാഹ്മണൻ എന്തു ചെയ്തു, മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ രണ്ടാനമ്മ വന്നു. ആദ്യമൊക്കെ രണ്ടാനമ്മയ്ക്ക് സുശീലയോട് വളരെയധികം സ്നേഹമായിരുന്നു. നാളുകൾ കഴിയെ തൻ്റെ അച്ഛനും രണ്ടാനമ്മയ്ക്കും മറ്റൊരു പുത്രൻ ജനിച്ചു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും രണ്ടാനമ്മയ്ക്ക് സുശീലയോടുള്ള സ്നേഹം കുറയുകയും വീട്ടിലെ എല്ലാ ജോലികളും എടുക്കാൻ സുശീലയെ നിർബന്ധിക്കുകയും ഒപ്പം തന്നെ ആ കുഞ്ഞു സഹോദരനെ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. സുശീല ഇതൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടി ചെയ്തു പോന്നു. എന്നാൽ രണ്ടാനമ്മ സുശീലയ്ക്ക് ഭക്ഷണം ഒന്നും കൊടുക്കില്ലായിരുന്നു. എല്ലാ ദിവസവും ഒരു ചെറിയ പീസ് ശർക്കര മാത്രമായിരുന്നു കഴിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നത്. കുറേ നാളുകൾ പോകെ സുശീലയുടെ ഈ ഒരു കഠിനാധ്വാനവും വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട് അടുത്തുള്ള സ്ത്രീകൾ പറഞ്ഞു, മോള് മഹാലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യൂ, തീർച്ചയായും ദേവി നിനക്ക് നല്ലൊരു വഴി കാട്ടിത്തരും. സുശീല കളിമണ്ണ് കൊണ്ട് ഒരു ചെറിയ പാവയുണ്ടാക്കിയിട്ട് അതിനെ മഹാലക്ഷ്മിയായിട്ട് ഭാവിച്ച് തൻ്റെ സ്വന്തം അമ്മയോട് എങ്ങനെയാണോ തൻ്റെ വിഷമങ്ങളും സന്തോഷങ്ങളും പറയുന്നത് അതേപോലെ ആ വിഗ്രഹത്തിനോട് സംസാരിക്കുവാനും വിഗ്രഹത്തിനോടൊപ്പം ഉറങ്ങാനും തനിക്ക് തൻ്റെ രണ്ടാനമ്മ തരുന്ന ആ ഒരു ചെറിയ പീസ് ഓഫ് ശർക്കര എല്ലാ ദിവസവും ലക്ഷ്മി ദേവിക്ക്, അതായത് ആ വിഗ്രഹത്തിന് വെച്ചിട്ടാണ് സുശീല കഴിച്ചുകൊണ്ടിരുന്നത്. നാളുകൾ പോയി സുശീല വളർന്നു, ഒരു യുവതിയായിട്ട് വളർന്നു. അങ്ങനെ സുശീലയെ തൊട്ടടുത്ത നാട്ടിലുള്ള ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. സുശീല പോയപ്പോൾ ആ ഒരു ലക്ഷ്മി വിഗ്രഹത്തെയും ഒപ്പം കൊണ്ടുപോയി. അവൾ ചെന്ന് കയറിയ അന്ന് മുതൽ അവളുടെ ഭർത്താവിൻ്റെ വീട് സൗഭാഗ്യം കൊണ്ട് ധനസമൃദ്ധി കൊണ്ടും നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ തൻ്റെ മരുമകളുടെ വരവോടെയാണ് ഇത്രമാത്രം സൗഭാഗ്യങ്ങൾ ഉണ്ടായതെന്ന് മനസ്സിലാക്കിയ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും സുശീലയെ പൊന്നുപോലെ നോക്കാൻ ആരംഭിച്ചു. എന്നാൽ സുശീലയുടെ സ്വന്തം വീട്, അവിടെ സുശീല അവിടുന്ന് പടിയിറങ്ങിയതോടുകൂടി കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഉണ്ടായത്. നാളുകൾ കഴിഞ്ഞപ്പോൾ സുശീലയുടെ സഹോദരൻ സുശീലയെ കാണുവാൻ വരികയും തൻ്റെ വീട്ടിലെ സാഹചര്യം വളരെയധികം മോശമാണെന്ന് മനസ്സിലാക്കിയ സുശീല തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് അവർക്ക് സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവും സുശീലയും കൂടി ഒരു ചെറിയ സഞ്ചിയിൽ സ്വർണ്ണ നാണയങ്ങളിട്ട് സഹോദരൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ അച്ഛനും അമ്മയ്ക്കും കൊണ്ടു കൊടുക്കണം, തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. പോകുന്ന വഴിക്ക് സഹോദരൻ്റെ ശ്രദ്ധയില്ലായ്മ മൂലം കള്ളന്മാർ ആ സഞ്ചി മോഷ്ടിച്ചു കൊണ്ടുപോകുകയും അതുപോലെ വെറും കൈയോടുകൂടി സഹോദരന് തിരിച്ചു പോകേണ്ടിയും വന്നു.
ഇത് സുശീല അറിഞ്ഞില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സഹോദരനെ വീണ്ടും കണ്ടപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ സുശീല എന്ത് ചെയ്തു, ഒരു മത്തങ്ങ എടുത്ത് അത് മുറിച്ചിട്ട് അതിനകത്തെ എല്ലാം വെളിയിൽ കളഞ്ഞിട്ട് അതിനകത്ത് നാണയങ്ങളിട്ട് സഹോദരൻ്റെ കയ്യിൽ സൂക്ഷ്മമായിട്ട് കൊണ്ടുപോകാനായി കൊടുത്തു വിട്ടു. പക്ഷേ അവിടെയും സഹോദരൻ്റെ ശ്രദ്ധക്കുറവോ മഹാലക്ഷ്മിയുടെ കോപമോ മൂലം ആ നാണയങ്ങളും സഹോദരന് നഷ്ടമാവുകയാണ് ചെയ്തത്. മൂന്നാമത്തെ പ്രാവശ്യവും ഇതുതന്നെ ആവർത്തിച്ചു. അവസാനം സുശീലയ്ക്ക് തന്നെ സംശയമായി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കുറേ നേരത്തെ ചിന്തയ്ക്ക് ശേഷം സുശീലയ്ക്ക് മനസ്സിലായി, മഹാലക്ഷ്മി ദേവിയുടെ കോപമാണ് ഇതിനൊക്കെ കാരണം. വീട്ടിൽ പോയി അമ്മയെ കൊണ്ട് മാർഗശീർഷ ലക്ഷ്മി വ്രതം എടുപ്പിക്കണം. തീർച്ചയായും അവരുടെ സാമ്പത്തിക സ്ഥിതി ഉയരാനായിട്ട് ഇത് കാരണമാകുമെന്ന്. അങ്ങനെ സുശീല തൻ്റെ അമ്മായിയമ്മയും അമ്മായച്ചനെയും ഭർത്താവുമായിട്ട് തൻ്റെ സ്വന്തം വീട്ടിലോട്ട് യാത്രയാവുകയും അവിടെ ചെന്ന് രണ്ടാനമ്മയോട് മാർഗശീർഷ മാസ ലക്ഷ്മി പൂജ വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു. അവർ ചെന്നതിൻ്റെ പിറ്റേ ദിവസം മാർഗശീർഷത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയായിരുന്നു. അങ്ങനെ അവർ വ്രതം തുടങ്ങി. പക്ഷേ എണ്ണയെടുത്ത് പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കയ്യിൽ പറ്റിയ എണ്ണ സുശീലയുടെ രണ്ടാനമ്മ അറിയാതെ തൻ്റെ തലയിൽ പുരട്ടി. അങ്ങനെ ആ നോയമ്പ് മുടങ്ങി. ഒന്നാമത്തെ ആഴ്ച മുടങ്ങിപ്പോയി. രണ്ടാമത്തെ ആഴ്ച വീണ്ടും വന്നപ്പോൾ സുശീല വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാനമ്മ അന്നത്തെ വ്യാഴാഴ്ച തൻ്റെ മകന് ഭക്ഷണം വാരി കൊടുത്തപ്പോൾ അതിൽ നിന്നും ഒരു പിടി അറിയാതെ കഴിച്ചു. അതായത് എച്ചിൽ കലർന്ന ഭക്ഷണം കഴിച്ചു. അങ്ങനെ രണ്ടാമത്തെ വ്യാഴാഴ്ചയും മുടങ്ങി. മൂന്നാമത്തെ വ്യാഴാഴ്ച ആയപ്പോൾ തലമുടി ചീപ്പുകൊണ്ട് ചീകുകയും ചെയ്തു. അങ്ങനെ 3 വ്യാഴാഴ്ചയും ലക്ഷ്മി വ്രതം എടുത്ത് പൂജ ചെയ്യാൻ രണ്ടാനമ്മയ്ക്ക് സാധിച്ചില്ല. നാലാമത്തെ വ്യാഴാഴ്ച ആയപ്പോൾ സുശീല പറഞ്ഞു, അമ്മേ ഞാനിനി എൻ്റെ അടുത്ത് നിന്ന് മാറ്റുകയേ ഇല്ല. ദിവസം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കുക തന്നെ വേണം. ഈ വ്രതം അവസാനമാണ് വ്യാഴാഴ്ച, അതുകൊണ്ട് തന്നെ നമുക്കെടുത്ത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സുശീല എന്ത് ചെയ്തു, തൻ്റെ സാരിത്തുമ്പും രണ്ടാനമ്മയുടെ സാരിത്തുമ്പും തമ്മിൽ കൂട്ടിക്കെട്ടി അമ്മയെ എങ്ങോട്ടും വിടാതെ തൻ്റെ ഒപ്പം തന്നെ നിർത്തി. എന്തായാലും സുശീലയുടെ ആ ഒരു തന്ത്രം വിജയിച്ചു. രണ്ടാനമ്മ നാലാമത്തെ വ്യാഴാഴ്ച ആയപ്പോഴേക്കും മാർഗശീർഷമാസ ലക്ഷ്മി പൂജയുടെ വ്രതം മുഴുവനായിട്ടും എടുക്കുകയും അന്ന് വൈകിട്ട് അവരൊരുമിച്ച് ലക്ഷ്മി പൂജ ചെയ്യുകയും അതുവഴി അവരുടെ വീട്ടിലോട്ട് നഷ്ടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യങ്ങളും തിരിച്ചു വരികയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കടാക്ഷവും ലഭിക്കുകയും പോയ സമ്പൽ സമൃദ്ധി തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് മാർഗശീർഷ മാസ ലക്ഷ്മി പൂജയുടെ കഥ എന്ന് പറയുന്നത്. 2 കഥകളുണ്ട്. ഒന്നൊരു രാജാവിൻ്റെയും രാജ്ഞിയുടെയുമാണ്, മറ്റൊന്ന് ഈ ഒരു കഥയുമാണ്. ഇതിൽ ഞാൻ എപ്പോഴും ചൊല്ലുന്നത്, അതായത് ഞാൻ എപ്പോഴും വായിക്കുന്നത് ഈ ഒരു കഥയാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു കഥ എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ കേൾക്കാം. ആ ഒരു ദിവസം തീർച്ചയായിട്ടും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആദ്യത്തെ ആഴ്ച തലയിൽ എണ്ണ വെച്ചു, രണ്ടാമത്തെ ആഴ്ച എച്ചിൽ ഭക്ഷണം കഴിച്ചു, മൂന്നാമത്തെ ആഴ്ച തല ചീപ്പ് കൊണ്ട് ചീവി. ഇതുകൊണ്ടാണ് വ്രതം മുടങ്ങിയത്. അതായത് നമ്മൾ ചില വ്രതങ്ങൾ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ചില നിഷ്ഠകളുണ്ട്. അതേപോലെ എടുത്ത് നമ്മൾ പൂജ ചെയ്താൽ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും എന്നുള്ളതാണ് കഥയിൽ വ്യക്തമാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു വ്രതത്തിൽ പൂർണ്ണ വിശ്വാസം വെച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ പൂജ ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കുന്നത്. വൈകിട്ട് ആരും ചെയ്യില്ല എന്നല്ല, വൈകിട്ട് ചെയ്യാം. പക്ഷേ രാവിലെ ചെയ്യുമ്പോൾ അത് വളരെ വളരെ നല്ല ഫലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് തരും. സോ എല്ലാവരും ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. മാജിക് ഫലം, ഞാൻ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയുന്നില്ല. മാജിക്കായിട്ടുള്ള ഫലം തന്നെ നമുക്ക് ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.